ജഗദീപ് എത്ര ഓഫർ ചെയ്തു എന്ന് പറ. അതിന് മുകളിലുള്ള ഒരു തുക സരള വയ്ക്കും. എത്ര കുടുംബസ്നേഹം പറഞ്ഞാലും യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ പോലീസാണെന്ന് മറക്കാൻ പാടില്ലായിരുന്നു ഞാൻ. ബന്ധവും സ്വന്തവും ഒന്നും നോക്കാതെ ബോസ് തുക പറഞ്ഞോളൂ. ചേച്ചി എന്താ ഞാൻ കാര്യം പറയാം. ചേച്ചി അവന്റെ കയ്യിൽ വീഡിയോ ഉണ്ട്. വീഡിയോയോ? കൂടുതലൊന്നും ചേച്ചി എന്നോട് ചോദിക്കരുത്. ചേച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ കൊള്ളാവുന്ന കാര്യമല്ല. കുടുംബത്തിന് മാനക്കേടാന്ന് മാത്രം ഇപ്പൊ അറിഞ്ഞാ മതി. കുടുംബത്തിന് നാണക്കേടുണ്ടാക്കുന്ന കാര്യമോ? എന്താ അമ്മേ, ചിറ്റപ്പൻ എന്താ പറഞ്ഞേ? അമ്മ എന്താ കഥകളിയിലെ കത്തിവേഷം കണ്ട പോലെ? കാര്യം എന്താന്ന് വെച്ചാ പറ. അതങ്ങനെ പുറത്തു പറയാൻ കൊള്ളാവുന്ന കാര്യമല്ലടി. പുറത്ത് പറയണ്ട, അമ്മ ഇവിടെ എന്നോട് പറഞ്ഞാ മതി. അവന്റെ കയ്യില് വീഡിയോ ഉണ്ടെന്ന്. വീഡിയോയോ? എന്തിന്റെ വീഡിയോ? നിന്റെ അല്ലാതെ പിന്നെ വേറെ ആരുടെയാ? നീയല്ലേ അവനോട് പോയി ബോധം കെട്ട് കിടന്ന് ഉറങ്ങിയത്? കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയായിരിക്കും ബോസ് അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്. അവനെങ്ങാനും ആ വീഡിയോ നെറ്റിലേക്ക് എങ്ങാനും കയറ്റിവിട്ടാലുള്ള അവസ്ഥ എന്താണെന്നറിയാലോ നിനക്ക്? നീ പിന്നെ വൈറലാ. വെറുതെ ബോസിനെ തെറ്റിദ്ധരിച്ചു. ഇത്രയും കുടുംബസ്നേഹമുള്ളൊരു മനുഷ്യൻ. ഒന്ന് അനങ്ങി ഓടിക്കണം. അപ്പൊ ചിറ്റപ്പൻ ഈ കേസിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാ? നിന്റെ ചിറ്റപ്പനെന്നല്ല, ദൈവം തമ്പുരാന് പോലും ഇനി ഈ കേസിൽ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവന്റെ ആ ഫോൺ വാങ്ങിച്ച് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാ പോരെ? അതൊക്കെ അത്ര എളുപ്പമുള്ള കാര്യമാണോടി? വീഡിയോ അവൻ എവിടെയാ സേവ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് അറിയില്ല. എന്നാ അവന്റെ ഫോൺ അങ്ങ് പൊട്ടിച്ചാളെ. അവൻ ഇവിടെ തന്നെയല്ലേ താമസിക്കുന്നേ. ബുദ്ധിയില്ലാത്തവരെ പോലെ സംസാരിക്കല്ലേ മോളെ നീ. ജഗദീപിന്റെ കയ്യിലുള്ള തുറുപ്പ് ചീട്ടാ ഇത്. അവനത് ഭദ്രമായിട്ട് സൂക്ഷിക്കാതിരിക്കോ? ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും ഫോൺ തല്ലി പൊട്ടിച്ച് കളഞ്ഞാലും അതൊക്കെ റിക്കവർ ചെയ്യാൻ പറ്റും. ഇനി അവനത് പെൻഡ്രൈവിലാക്കിയോ മെയിലിൽ സേവ് ചെയ്തോ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിലോ? ഓ, തലയ്ക്ക് ഭ്രാന്ത് പിടിക്ക. എടി, ഞാൻ ഉള്ള കാര്യങ്ങളാ പറഞ്ഞത്. അമ്മ ഇങ്ങനെ തടസ്സം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇതിൽ നൂരാനുള്ള വഴി എന്തെങ്കിലും പറ. ഇതിൽ നൂരാൻ ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല മോളെ. ദേ, ഒരുമാതിരി വർത്താനം പറയല്ലേ. ഞാൻ എന്ത് ചെയ്തെന്നാടി? ഞാനാണോ നിന്റെ വീഡിയോ കൊടുത്തത്? അമ്മയല്ലേ അവനെ മയക്കാനുള്ള ജ്യൂസ് എന്റെ തന്നുവിട്ടത്. എല്ലാം കഴിഞ്ഞിട്ടിപ്പോ കൈ ഒഴിയുന്നോ? അവനെ മയക്കാനല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്, അല്ലാതെ അവന്റെ മുമ്പിൽ മയങ്ങി കിടക്കാനല്ലല്ലോ. എടി, മയക്കുമരുന്ന് ഒളിക്യാമറയൊക്കെ വെച്ച ഇത്രയും എപ്പിസോഡ് നീ ഈ കഥയിൽ പിടിച്ചു നിന്നത്. അപ്പോ തിരിച്ച് ഇങ്ങോട്ടും ഒരു പണി കിട്ടുമെന്നുള്ള വിചാരം വേണമായിരുന്നു. നിന്നേക്കാൾ ബുദ്ധിമാനായ ഒരാള് വന്നപ്പോ നീ പെട്ടു. ബുദ്ധി അവന്റേത് മാത്രമല്ലല്ലോ അമ്മേ. വിഷ്ണുവേട്ടന്റെ ശാലിനിയുടെ ഉപദേശം അത് ഓർക്കുമ്പോഴാ എനിക്ക്. നമുക്കൊരവസരം ദൈവം കൊണ്ടുവന്ന് തരുവടി. തൽക്കാലം നീ ഒന്ന് ക്ഷമിക്ക. ഹലോ, ഇവിടെ ഒരു മസാജ്.
തീറ്റ പണ്ടാരം എന്താടി വിളിച്ചു ചോദിക്കുന്നേ? മസാല ദോശയോ? മസാല ദോശ അല്ലമ്മേ, മസാജ്. അവന്റെ പുറം ഞാൻ മസാജ് ചെയ്ത് കൊടുക്കണം. ഒരു മസാജ് പറഞ്ഞിട്ട് കിട്ടിയില്ല. മസാജ് അല്ലേ, ചെയ്തു കൊടുത്തേക്ക്. ഈ അമ്മ എന്തേ പറയുന്നേ? അവന്റെ കയ്യിൽ ഒന്നല്ല, ഒരു 100 വെടിക്കുള്ള മരുന്ന് നീ ഇട്ടു കൊടുത്തിട്ടുണ്ടെന്നുള്ളത് മറക്കണ്ട. എന്നാലും അമ്മ ഞാൻ എങ്ങനാ? എടി, നമ്മുടെ വീട്ടില് നമ്മൾ പട്ടിയെ കുളിപ്പിക്കാറില്ലേ, അതുപോലെ അങ്ങ് കരുതിയാ മതി. സാനിറ്റൈസറും സോപ്പും ഉപയോഗിച്ച് കൈ നന്നായിട്ടൊന്ന് കഴുകിയാ മതി, അത്രേ ഉള്ളു കാര്യം. ഇവിടെ ഒരു മസാജ് പറഞ്ഞിട്ട് കിട്ടിയില്ല. ഹലോ ഇടി, അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കും. ശരി, ഞാൻ പോവാം. ഇതൊക്കെ എവിടെ പോയി കിടന്ന് വീടും കൂട്ടിട്ട്? ഇതൊക്കെ ആരോട് പറയാൻ, ആര് കേക്കാൻ? അതെ മസാജ്, അതെ മസാജ് ഒന്ന് ഒരു മസാജ് ഇട്ടാ കൊള്ളായിരുന്നു കേട്ടോ. കിടന്ന് കീറണ്ട, ഞാൻ വന്നു. അന്നല്ല സുസ്മിതയുടെ പട്ടി. രണ്ടിനും ഒരേ മുഖമാണല്ലോ. ഓ മൈ ഗോഡ്, ഇതെങ്ങനെ സംഭവിക്കുന്നത്? മസാജ് ചെയ്യാനാണെങ്കിലേ തിരിഞ്ഞിരിക്കെ. ഇരുന്നേക്കാം, അതിനെന്ത്? സ്റ്റാർട്ട്. സ്റ്റാർട്ടെന്ന് അയ്യോ, ഈ പോലീസുകാരന്റെ ഇടിയെന്ന് പറഞ്ഞോണ്ടല്ലോ, എമ്മാതിരി ഇടിയാന്നറിയാമോ? മർമ്മം നോക്കി കൂമ്പിലിട്ടല്ലേ ഉമ്മര് കുത്തുന്നേ. സുസ്മിതയ്ക്ക് ഇമാതിരി ഒരു കിടിലൻ ചിറ്റപ്പനുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിലേ ഞാൻ ഈ കുഴപ്പത്തിനൊന്നും നിൽക്കത്തില്ലായിരുന്നു. ഇവനെ നിർത്തണ്ട, കണ്ടിന്യൂ. ഇനി കറുത്ത മുട്ടനാടിന്റെ ചോരയോ ഉടുമ്പറച്ചയോ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരുമെന്നാ തോന്നുന്നത്. അല്ലെങ്കിൽ നല്ല പ്രായത്തിൽ വടിയും കുത്തിപ്പിടിച്ച് നടക്കേണ്ടി വരത്തില്ലേ? എന്റെ ഭാര്യയ്ക്കല്ലേ അതിന്റെ മോശം. ഒരു സെക്കൻഡ്. പിന്നെ ഇത്തരം റൊമാൻറ്റിക് സിറ്റുവേഷനിലെ ഒരു പാട്ടൊക്കെ വേണം, അത് സൂപ്പറായിരിക്കും. നല്ല പാട്ട്. കണ്ടിന്യൂ. ചെട്ടിക്കുളങ്ങര ഭരണിക്ക് പോകാം, പൂരപ്പറമ്പാകി തട്ടിമുട്ടി നടക്കാം. താനേ തന്നെ തന്നാനേ തന്നെ, ചെലുള്ള കല്ലുള്ള മാലകൾ വാങ്ങാം, കണ്ണാടി വാങ്ങിക്കും കടയിലും കേറാം. താനേ തന്നെ തന്നാനേ തന്നെ, കണ്ണോട് കണ്ണോരം നോക്കിയിരിക്കാം, കാതോട് കാതോരം കഥകൾ പറയാം. മുത്തേ പൊന്നെ പിണങ്ങല്ലേ മോനെ, ഒരു വഴിയുണ്ട്, അത് ഫലിച്ചാ ഫലിച്ചു. ഭാമേ,
ഭാമേ, എന്താ രാഘവേട്ടാ? അതെ, എനിക്ക് ക്ഷീണത്തിന് ആ ഡോക്ടറെ കുറിച്ച് ഒന്ന് ടാബ്ലറ്റ്സ് എടുത്തു തരുമോ? അവിടെ ആരോടെങ്കിലും ഒന്ന് പറ രാഘവേട്ടാ. അല്ല, ഇവർക്കാർക്കും അറിയില്ല ഭാമേ. നീ ഒന്ന് എടുത്തു തന്നാൽ നന്നായിരുന്നു. ഹാ, ഈ പരിശോധന ഒന്ന് കഴിഞ്ഞോട്ടെ. ഭാമേ, ദേ എനിക്ക് പെട്ടെന്നൊരു ക്ഷീണാവസ്ഥ, ഒന്ന് പെട്ടെന്ന് വാ. ഭാമ പോയിട്ട് വന്നോളൂ. ഭാമേ, ആ, ദാ വരുന്നു. ആ ഭാമ ഇപ്പൊ താഴോട്ട് വരും. ആ തക്കത്തിന് നീ ഡോക്ടറെ തൊട്ടില്ല. ശരി. എടാ പൊട്ടാ, അതോ ഇല്ല ഭാമ വരുന്നത്. നീ എവിടെ പോന്ന് വെച്ചാൽ എന്ത് പറയും? എന്റെ പൊന്നച്ച ടെൻഷൻ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ പിൻവാതിൽ വഴി പോവാം. ആ ഒന്നും മാറി പിളച്ചട്ട വടി പോലെ നിൽക്കാതെ നോക്കി, എടാ നോക്കി പോടാ. അയ്യോ, ഒരു കാര്യം. വിഷ്ണു എവിടെ? അല്ല, അവൻ പുറത്തേക്ക് ഇറങ്ങി ഭാമേ. ഈ ചെറുക്കൻ്റെ ഒരു ടെൻഷൻ. ആ പങ്കുചാണെങ്കിൽ പകുതി ദിവസം വരില്ല. ഞാൻ പറഞ്ഞില്ലേ ഭാമേ, അവൾക്ക് എന്തോ കളത്തിലുണ്ടെന്ന്. ഇനി ഒരു വീട്ടിൽ എന്നാ കയറ്റരുത്. അല്ല, ഞാൻ ടാബ്ലറ്റ് എടുത്തതാ. ദാ, എണിക്കാൻ വരട്ടെ. ഡോക്ടറെ. ആ വിഷ്ണു, ഡോക്ടറോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഡോക്ടർക്ക് അറിയാലോ, അമ്മ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണെന്ന്. ഷോക്കാവുന്ന കാര്യങ്ങളൊന്നും പറയരുതെന്നാ അമ്മയെ ചികിത്സിക്കുന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ. അതുകൊണ്ട് ഡോക്ടർ ഞങ്ങളൊന്ന് സഹായിക്കണം. ശാലിനിയുടെ വയറ്റിൽ ആരോഗ്യത്തോടുകൂടി ഒരു കുഞ്ഞ് വളരുന്നുണ്ടെന്ന് അമ്മയുടെ വിശ്വാസം. ഇനിയിപ്പോൾ അഥവാ കുഞ്ഞില്ലെന്നോ കുഞ്ഞിനെന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് അമ്മ അറിഞ്ഞാൽ എന്താ സംഭവിക്കാന്നറിയാനാവില്ല ഡോക്ടറെ. വിഷ്ണു എന്തായി പറഞ്ഞു വരുന്നത്? അമ്മയുടെ ആരോഗ്യത്തെ കരുതി ഒരു ഡോക്ടറെ കള്ളം പറയാൻ പ്രേരിപ്പിക്കുവാണോ വിഷ്ണു? മനുഷ്യർ പൂർണ്ണമായും വിശ്വാസം അർപ്പിക്കുന്ന 2 പേരേ ഉള്ളൂ. ആദ്യത്തേത് ദൈവമാണെങ്കിൽ രണ്ടാമത്തേത് ഡോക്ടറാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ അവന്റെ ശരീരം കീറി മുറിക്കാൻ പൂർണ്ണ വിശ്വാസത്തോടെ ഒരു ഡോക്ടറുടെ മുമ്പിലിരിക്കുന്നത്. ഡോക്ടറെ ക്ഷമിക്കണം, എൻ്റെ അമ്മയെ വിചാരിച്ചിട്ടാ ഞാൻ. ഭാമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ നോക്കിക്കോളാം വിഷ്ണു. കള്ളം പറയുന്നതിലും ഭേദം അതാ. വിഷ്ണു തൽക്കാലം റൂമിന് പുറത്തിറങ്ങണം.
ഡോക്ടറെ ഞാൻ ചെക്കപ്പ് പൂർത്തിയാക്കിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം. ഒന്ന് ചെല്ല്. ചെല്ലാൻ. ആഹാരം, ഉറക്കം ഇതൊക്കെ കൃത്യമാണോ? അതെ ഡോക്ടർ. ഭാമ ശാലിനിയുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ലേ? ഉണ്ടല്ലോ ഡോക്ടർ. എന്നോട് പറഞ്ഞു തന്നെയാണോ ഭാമയോടും പറഞ്ഞിരിക്കുന്നത്? എന്താ? പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. ശാലിനി, എത്രയോ വർഷമായിട്ട് ഞാൻ പ്രഗ്നൻസി ഉള്ളവരെയും ഇല്ലാത്തവരെയും കാണുന്നു എന്നറിയാവോ? വാ എൻ്റെ കൂടെ. വരാനാ പറഞ്ഞത്. അയ്യോ പിള്ളേ, നിന്നോട് പറഞ്ഞില്ലേ ടെൻഷന്റെ ഒന്നും ആവശ്യമില്ലെന്ന്? എടാ, ലോകത്ത് ആദ്യമായിട്ട് ഗർഭിണിയാവുന്നത് ശാലിനിയല്ല. വയറ്റിലുള്ള കുഞ്ഞിന്റെ കാര്യമൊക്കെ ഡോക്ടർ ഇപ്പൊ കൃത്യമായിട്ട് പറയും. കേട്ടോ? ദേ ഡോക്ടർ വരുന്നുണ്ടല്ലോ. ശാലിനിക്കുള്ള ഭക്ഷണക്രമവും മരുന്നുകളും ഒക്കെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം. കുഞ്ഞിന് ഒരു കുറവും വരരുത്. ഡോക്ടർ, കുഞ്ഞിന് കുഴപ്പമൊന്നും? എന്ത് ഡോക്ടർ? ഭാമേ, ശാലിനി നിങ്ങളോടെല്ലാം കള്ളം പറയരുത്. മനസ്സിലായില്ല. എന്താടോ ഇത്? താനെന്തിനാ സങ്കടപ്പെടുന്നേ? പരിഹാരമില്ലാത്ത പ്രശ്നമുണ്ടോ? താനിങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. സമയത്തിന് ഭക്ഷണം കഴിച്ചാൽ പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതും നല്ല പോഷകാഹാരങ്ങൾ.
താങ്ക് യു വെരി മച്ച്.